ബ്ലേഡ് ഓ ഇത് ഈ ഡ്രം ഇതേപോലെ ഇങ്ങനെ റൊട്ടേറ്റ് ആവുമ്പോ ഇതേപോലെ കട്ടാവും അല്ലെ? ചെറിയ പീസ് ആയിട്ട് കൂടുതൽ സമയം എടുക്കും തോറും മെഷായി വരും. നമുക്ക് ഇറച്ചി കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് മെഷ് നല്ല ഫൈൻ ഇതായിരിക്കും. കീമക്കെല്ലാം കിട്ടും. വാഴപ്പിണ്ടി അത് വാഴപ്പിണ്ടി കട്ട് ചെയ്യാൻ പറ്റും. 40 mm വരെ നീളത്തിൽ കട്ട് ചെയ്യാൻ പറ്റും. ചീര, വെണ്ടയ്ക്ക, പയർ അങ്ങനത്തെ സാധനങ്ങൾ ബൾക്കായിട്ട് മെഴുക്ക് പുരട്ടി അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് അരിഞ്ഞെടുക്കാൻ പറ്റില്ല. ഇതിൽ ഒരുപാട് വെറൈറ്റി മോഡലുകൾ ഉണ്ട്. നമുക്ക് സ്ലൈസ് മാത്രമേ പറ്റുള്ളൂ. 1 mm to 40 mm വരെ കട്ട് ചെയ്യാം. മുരിങ്ങയ്ക്ക അവിയലൊക്കെ ഇടുന്ന മുരിങ്ങയ്ക്കും കട്ട് ചെയ്യാം. ഇതിലിപ്പോ എത്ര കിലോ വരെ നമുക്ക് ഇതിൽ ഇടാൻ പറ്റും? 30 കിലോ വരെ വൺ ടൈം ലോഡ് ചെയ്യാം. വൺ ടൈം അത് എത്ര മിനിറ്റ്? അങ്ങനെ മാക്സിമത്തിനുള്ളിൽ 3 മിനിറ്റ്. 2 മിനിറ്റ് 3 മിനിറ്റ് കൊണ്ട് ഫുള്ളായിട്ട് തോല് കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വരും. അത് നമ്മളെ പച്ചക്കറിയിലുള്ള വിഷാംശം ഒഴിവാക്കിക്കൊണ്ട് പിന്നെ കഴുകിയിട്ട് പീൽ ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുക. പാലക്കാടൊക്കെ സുഹൃത്തുക്കളെ, സുൽഫിയാണ് കേട്ടോ. നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ്. നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കുക. ഇനി വീട്ടിൽ ഇരുന്ന് കേട്ടോ, വെറും ഒരു 10 റൂം മാത്രം മതി കേട്ടോ. നിങ്ങൾക്ക് വേണ്ടിയിട്ട് 100 കണക്കിന് മെഷീനാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്ന് ഞാൻ സുൽഫി പരിചയപ്പെടുത്താൻ പോകുന്നു കേട്ടോ. ഒരുപാട് മെഷീനുകളുണ്ട്. എല്ലാം ഓരോ മെഷീനുകളാണ് കേട്ടോ. നിങ്ങൾക്ക് വയസ്സായ ആളുകൾക്ക്, സ്ത്രീകൾക്ക് വെറും 10 റൂം മാത്രം മതി കേട്ടോ. 4 പേരുടെ മുന്നിൽ ഇനി തല ഉയർത്തി നിൽക്കാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കിക്കോട്ടോ. കുക്ക്മേക്ക് എന്ന് പറഞ്ഞ വലിയൊരു സ്ഥാപനത്തിലാണ് കേട്ടോ. 100 കണക്കിന് മെഷീനുകളാണ് ഇവിടെ ഉള്ളത്. അപ്പൊ അതിന്റെ ഓണറിനെ നമുക്ക് പരിചയപ്പെടാട്ടോ. ഹലോ സാർ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? സാർ, ആദ്യം തന്നെ ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആളുകൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു മെഷീൻ വീഡിയോസ്, അതേപോലെ തന്നെ ആളുകൾക്ക് പൈസ ഉണ്ടാക്കാൻ, അതേപോലെ ബിസിനസ് തുടങ്ങാൻ, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾക്ക് പോകുന്നതാണ്. തമിഴ്നാട്, അതേപോലെ കർണാടക, കേരളം ഫുള്ളായിട്ട് റൗണ്ടിങ് അടിക്കുന്നതാണ്. ഇന്നലെ നിങ്ങൾ വിളിച്ചപ്പോൾ ഞാൻ കൊല്ലത്തായിരുന്നു. ഇന്ന് നേരം വെളുക്കുമ്പോൾ ഞാനിവിടെ തലശ്ശേരി വന്നു. എന്തിനാ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആളുകൾ നമുക്ക് കാത്തിരിക്കുകയാണ്. എപ്പോഴാ സുൽഫി വീഡിയോ ഇടുന്നത്, അവർക്ക് എന്തെങ്കിലും ഒരു ബിസിനസ് കൊടുക്കണം, അവർക്ക് പൈസ ഉണ്ടാക്കാൻ, അതേപോലെ വീട്ടിലിരുന്ന് ചെയ്യാവുന്ന ആളുകൾ, വയസ്സായ ആളുകൾ, സ്ത്രീകൾ എല്ലാവരും നമ്മുടെ വീഡിയോസ് കാണാനാണ്. അപ്പോൾ അവർക്ക് 100% ഈ ബിസിനസ്സിലൂടെ അവർക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുമോ? എങ്ങനെയാണ് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് കാര്യം പറഞ്ഞു തരും. എങ്ങനെയാണ് ഇതിൻ്റെത്? ഞങ്ങൾ കൂടുതലും ചെയ്യുന്നത് കൊമേഴ്ഷ്യൽ കിച്ചൺ എക്യുപ്മെന്റ്സ് ആണ്. ബൾക്ക് കുക്കിങ്ങിന് ആവശ്യമായ കൊമേഴ്ഷ്യൽ കിച്ചൺ എക്യുപ്മെന്റ്സ് ആണ് ഞങ്ങൾ കൂടുതലായിട്ട് മാനുഫാക്ചർ ചെയ്യുന്നത്. നമുക്ക് മെഷീനുകളൊക്കെ ഒന്ന് പരിചയപ്പെട്ടാലോ? ജസ്റ്റ് ഒന്ന് ഇപ്പൊ ഈ ഒരു മെഷീൻ ഇപ്പൊ ഇവിടെ ഇപ്പൊ എത്ര മൊത്തം ടോട്ടൽ ഇപ്പൊ എത്ര മെഷീനുകൾ ഉണ്ട്? ഇപ്പൊ നമുക്ക് 200 കൂടുതൽ മെഷീൻസ് ഉണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ പോകുന്ന ഐറ്റം മാത്രമേ ഇവിടെ അവൈലബിൾ ആയിട്ട്. അതെ. ഇപ്പൊ ഇതിലിപ്പോ നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്ന മെഷീനുകളൊക്കെ എത്ര ശതമാനം ഉണ്ട് ഇപ്പൊ ഇവിടെ നമ്മൾ ചെയ്യുന്നുണ്ട്? ഞങ്ങൾ കൂടുതൽ ഇമ്പോർട്ട് ചെയ്യുന്ന മെഷീൻസ്, ബാക്കിയുള്ള ഇത് മാത്രമാണ് ഞങ്ങൾ മാനുഫാക്ചർ ചെയ്യുന്നത്. എന്നാലും കുറെയൊക്കെ നിങ്ങൾ തന്നെ ചെയ്യുന്നതാണ് അല്ലേ? ഏറ്റവും റേറ്റ് കുറവാണ്, ഹോൾസെയിൽ റേറ്റിലാണ് നമ്മുടെ ആളുകൾക്ക് നിങ്ങൾ കൊടുക്കുക. ചെയ്യാൻ പറ്റും അല്ലേ? അത് നമ്മുടെ ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വന്നിട്ട് നമ്മുടെ വീഡിയോസ് എപ്പോഴും അവർ നോക്കിക്കൊണ്ടേയിരിക്കും. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്ന ഫാക്ടറിയിൽ, അതേപോലെ തന്നെ ഏറ്റവും റേറ്റ് കുറവില്, അതേപോലെ വീട്ടിലിരുന്ന് എന്തെങ്കിലും സംരംഭം തുടങ്ങാവുന്ന ആളുകൾക്ക്, പൈസ ഉണ്ടാക്കുന്ന ആളുകൾക്ക്, അങ്ങനെയൊക്കെയുള്ള ആളുകൾക്കാണ് ഞാൻ ഈ ഒരു കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഞാൻ നിങ്ങൾ വിളിച്ചപ്പോൾ തന്നെ ഞാൻ ഓടി വന്നത്. ഇപ്പൊ നമുക്ക് ഈ മെഷീനുകളൊക്കെ ഒന്ന് നോക്കുക, ഒന്ന് പരിചയപ്പെടുക. ആദ്യം തന്നെ ഇപ്പൊ ഇത് നമുക്ക് എന്താണ് ഈ ഒരു മെഷീൻ, എങ്ങനെ ഈ മെഷീന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഈ മെഷീനെ കുറിച്ച് കൂടുതലൊന്നും അരക്കുകയും ചെയ്യാം, പൊടിക്കുകയും ചെയ്യാം. സാധനം ചൂടാവാതെ അരക്കുകയും പൊടിക്കുകയും ചെയ്യുന്ന ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ശേഷം ടിൽറ്റ് ചെയ്ത് എടുക്കുകയും ചെയ്യാം. അവിടെ ലോക്ക് ഉണ്ട് അല്ലേ? അങ്ങനെ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ എടുക്കാം നമുക്ക്, ടിൽറ്റ് ചെയ്ത് എടുക്കുകയും ചെയ്യാം. ഓക്കെ. അപ്പൊ ഈ ഒരു 2 മെഷീൻ ഇതില് മോഡലുകളൊക്കെ വേറെ ഉണ്ടോ? 2HP, 3HP, 5HP 3 മോഡലാണ് അല്ലേ? അപ്പൊ നമ്മുടെ ആളുകൾ നിങ്ങൾക്ക് വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു സ്ഥാപനം തുടങ്ങാനായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അവർക്ക് എങ്ങനെ എത്തിച്ചു കൊടുക്കുന്നത്? ഞങ്ങളിത് പാർസൽ വഴി അയച്ചു കൊടുക്കും. ഡയറക്ട് ഡെലിവറി വേണ്ടിയൊക്കെ അങ്ങനെ സെറ്റ് ചെയ്തു. നമ്മുടെ ഈ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുക്കുന്നത്, എവിടെ അഡ്രസ് ഒന്ന് കറക്റ്റ് ആയിട്ട് ഒന്ന് പറഞ്ഞു കൊടുക്കും. തലശ്ശേരി ടൗണിൽ തന്നെ എരഞ്ഞോളി പാലം, കൂത്തുപറമ്പ് ബാംഗ്ലൂർ ഹൈവേയില് എരഞ്ഞോളി പാലം അല്ലേ സ്ഥലത്തിന്റെ പേര്? സ്ഥലത്തിന്റെ നമ്മുടെ ഷോപ്പിന്റെ ഫുൾ അഡ്രസ് അതാണോ? അതെ, എരഞ്ഞോളി പാലം. അതെ, ഓക്കെ. ഞാൻ ഈ ഇവിടുത്തെ ലൊക്കേഷനും അതേപോലെ തന്നെ ഈ വഴിയൊക്കെ ഞാൻ ഈ വീഡിയോസിൽ കൊടുക്കുന്നുണ്ട്. എന്തായാലും നമ്മുടെ ആളുകൾ വിളിക്കും. നമ്മുടെ അടുത്ത മെഷീൻ ഇത് എങ്ങനെയാണ് ഇതിന്റെ പ്രവർത്തനം കാര്യങ്ങൾ? ലീഫി ആൻഡ് ലോങ് വെജിറ്റബിൾസ് സ്ലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെഷീനാണ്. 1 mm to 40 mm വരെ, 1 mm മുതൽ 40 mm വരെ നീളത്തിൽ കട്ട് ചെയ്യാൻ പറ്റും. ചീര, വെണ്ടയ്ക്ക, പയർ അങ്ങനത്തെ സാധനങ്ങൾ ബൾക്കായിട്ട് മെഴുക്ക് പുരട്ടി അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് അരിഞ്ഞെടുക്കാൻ പറ്റില്ല. ഇതിൽ ഒരുപാട് വെറൈറ്റി മോഡലുകൾ ഉണ്ട്. നമുക്ക് സ്ലൈസ് മാത്രമേ പറ്റുള്ളൂ. 1 mm to 40 mm വരെ കട്ട് ചെയ്യാം. മുരിങ്ങയ്ക്ക അവിയലൊക്കെ ഇടുന്ന മുരിങ്ങയ്ക്കും കട്ട് ചെയ്യാം. അതുപോലെ തന്നെ തോരൻ ഐറ്റംസും കട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ. ഇനി ഇത് അതിന്റെ അതേ മോഡലാണോ ഈ ഒരു മെഷീന്? ഇത് രണ്ടും കൂടിയുള്ള മോഡലാണ്. വെജിറ്റബിൾസും കട്ട് ചെയ്യാം, ലീഫി വെജിറ്റബിൾസും കട്ട് ചെയ്യാം. അങ്ങനെ രണ്ടും കൂടി ആയിട്ടുള്ളത്. ഇതിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കിച്ചണിലേക്ക് വേണ്ട ഒട്ടുമിക്ക മുഴുവൻ കട്ടിങ് ഇതിൽ ചെയ്യാൻ പറ്റും. സാമ്പാർ, അവിയൽ, തോരന്, കൂട്ടുകറി, പച്ചക്കറി, ബിരിയാണി, അങ്ങനെ എല്ലാ കട്ടിങ്ങും ഈ ഒരു മെഷീൻ കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും അല്ലേ? ഇപ്പൊ ഈ ഒരു മെഷീൻ ഇപ്പൊ നമ്മുടെ ആളുകൾ ഇപ്പൊ അവർക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങളെ കോൺടാക്ട് ചെയ്യും.
ഇനിയിപ്പോൾ അതല്ല ഇതിന്റെ ഒരു ഷോപ്പ് തുടങ്ങണം എന്നുള്ള ആളുകൾ ഞാൻ മെയിനായിട്ട് നമ്മളെ വീഡിയോസിൽ പറയുന്നത് പറഞ്ഞാൽ നമ്മൾ എന്ത് അവർക്ക് കാണിക്കുകയാണെങ്കിലും അവർക്ക് ഷോപ്പ് തുടങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫസ്റ്റ് നമുക്ക് അവർക്ക് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇതൊരു ഷോപ്പ് തുടങ്ങാനായിട്ട് ഇപ്പോൾ ഒരു 10 മെഷീൻ ഒന്നായിട്ട് നിങ്ങളുടെ അടുത്ത് തരാൻ പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ ഡീലർ പ്രൈസ് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും ഹോൾസെയിൽ റേറ്റിൽ കൊടുക്കാൻ പറ്റും ഇല്ലേ? മറ്റുള്ള ഉടനെക്കാൾ ഏറ്റവും റേറ്റ് കുറവ് കൊടുക്കുന്നതാണ് അല്ലേ? ഇതിന്റെ ഇതേ മോഡലാണ് ഈ ഒരു മെഷീൻ. 300 കിലോ, ഇത് 500 കിലോ. 500 കിലോ പച്ചക്കറി നമുക്ക് മണിക്കൂറിൽ കട്ട് ചെയ്യാം. വേറെ എന്തൊക്കെ ഇതുണ്ട് ഇപ്പൊ ഈ ഒരു ബിസിനസ് സാധ്യതയുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സൂപ്പർ മാർക്കറ്റുകൾ, കാറ്ററിംഗ് ആളുകൾ, ഹോട്ടലുകൾക്കൊക്കെ വെജിറ്റബിൾസ് കട്ട് ചെയ്ത് സപ്ലൈ ചെയ്യുന്ന ഒരു പുതിയ ബിസിനസ് സംരംഭങ്ങൾ അങ്ങനെ തുടങ്ങി വരുന്നുണ്ട്. ഈ ഒരു മെഷീൻ നമുക്ക് തന്നെ ഇപ്പൊ വാങ്ങി വെക്കാന്നുണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് നമുക്ക് പുറത്ത് കൊടുക്കാൻ പറ്റും. അതെ അതെ. അപ്പൊ വീട്ടിൽ ചെയ്യാവുന്ന ആളുകൾക്കൊക്കെ ഈ ഒരു മെഷീൻ പച്ചക്കറിയുടെ അതേ വിലക്ക് തന്നെ അവർ കട്ട് ചെയ്ത് സാമ്പാറിന്റെ കഷ്ണങ്ങൾ, അവിയലിന്റെ കഷ്ണങ്ങൾ, തോരൻ. അപ്പൊ അവർക്കൊരു ലാഭമാണ്. എന്താ വെച്ചാൽ അവർക്ക് വാങ്ങി ഇത് കട്ട് ചെയ്യേണ്ട ഈസി ആയിരിക്കും. നമുക്കൊരു ബിസിനസ് പോലെ നമ്മൾ ഇത് കട്ട് ചെയ്ത് നമുക്ക് കൊടുക്കാം. അതുപോലെ തന്നെ സൂപ്പർ മാർക്കറ്റുകളുടെ ഫ്രണ്ടില് ഇതിന്റെ ബബിൾ വാഷിംഗ് എന്ന് പറഞ്ഞൊരു ടെക്നോളജി ഉണ്ട്. വെച്ചാൽ നമ്മളെ പച്ചക്കറിയിലുള്ള വിഷാംശം ഒഴിവാക്കിക്കൊണ്ട് പിന്നെ കഴുകിയിട്ട് പീൽ ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുക. പാലക്കാടൊക്കെ പുതിയ ഇതിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ 1-2 പ്രൊജക്ട് ചെന്നൈയിൽ ചെയ്തിട്ടുണ്ട്. ഇതിലിപ്പോ ഞങ്ങൾക്ക് ഇപ്പൊ കൊട്ടേഷൻ ആയ 1-2 പദ്ധതികളും നിലവിലുണ്ട്. അതെല്ലാം പുതിയ ബിസിനസ്. ഇതിന്റെ കൂടെ ഉള്ള മെഷീനുകളാണ് പീൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെഷീനാണ്. അത് ചെറുതും വലുതും 3 ഉണ്ട് ഇതില്. ഇത് രണ്ടും ഒരേ അളവ് തന്നെയാണ്. 450 mm തന്നെയാണ്. ഇത് 600 mm ഏറ്റവും കൂടുതൽ പോകുന്ന മോഡലാണ്. ഇത് മെയിൻ ആയിട്ട് നമുക്ക് ഈ ഒരു മെഷീൻ ഇപ്പൊ എന്തിനാ ഉപയോഗിക്കുന്നത്? ബൾക്കായിട്ടുള്ള ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, ബീറ്റ്റൂട്ട് ഒക്കെ ഇട്ടിട്ട് നമുക്ക് തൊലി കളഞ്ഞ് കഴുകിയെടുക്കാം. ഡയറക്റ്റ് നമുക്ക് കട്ടിങ്ങിലേക്ക് കൊടുക്കാം. ഇതിലിപ്പോ എത്ര കിലോ വരെ നമുക്ക് ഇതിൽ ഇടാൻ പറ്റും? 30 കിലോ വരെ വൺ ടൈം ലോഡ് ചെയ്യാം. അത് എത്ര മിനിറ്റ് അങ്ങനെ? മാക്സിമത്തിനുള്ളിൽ 3 മിനിറ്റ് അത്രേ ഉള്ളൂ. 2 മിനിറ്റ് 3 മിനിറ്റ് കൊണ്ട് ഫുൾ ആയിട്ട് തോല് കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വരും. അത് കാണുമ്പോൾ തന്നെ നല്ല ഹെവി ആയിട്ടുണ്ടല്ലോ. ഹൈബ്രിഡ് മെഷീനും ഉണ്ട്. എന്ന് വെച്ചാൽ സാൻഡ് റോളറോട് കൂടി വരുന്ന മെഷീൻ ഉണ്ട്. ഇത് മുഴുവനായിട്ട് ബ്രഷ് പീലർ വരിക. ഈ ഒരു 3 മെഷീൻ ഇത് ബ്രഷ് പീലിംഗ് ഉള്ളത്. ഇതിന്റെ കൂടെ സാൻഡ് റോൾ കൂടി മിക്സ് ചെയ്ത് വരുന്നതാണ്. അതിൽ നമുക്ക് കപ്പ വരെ ഇടാം. ചേമ്പ്, കപ്പ, അതൊക്കെ നമുക്ക് സാധനങ്ങളിൽ തൊലി കളയാൻ പറ്റും. ഇതിന്റെ പ്രവർത്തനം എങ്ങനെയാണ്? ബൗൾ ചോപ്പർ എന്ന് പറഞ്ഞ മെഷീനാണ്. കിച്ചണിലേക്ക് വേണ്ട ചൈനീസ് ഐറ്റത്തിന് വേണ്ട ചോപ്പിംഗ് ഇല്ലേ, ഫൈൻ ചോപ്പിംഗ്, പൊടിയായിട്ട് അരിയണ പോലെ ആ പർപ്പസിന് വേണ്ടിയിട്ടുള്ള മെഷീനാണ്. ഇത് എങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ? അറ്റ് എ ടൈം ഡ്രമ്മും റൊട്ടേറ്റ് ആവും, ബ്ലേഡും റൊട്ടേറ്റ് ആവും. അതൊക്കെ സ്റ്റീലിന്റെ നല്ല ഇതാണ് അല്ലേ? ഷാർപ്പ് ആയിട്ടുള്ള ബ്ലേഡ് ഉണ്ടാവും. ഇത് ഈ ഡ്രം ഇതേപോലെ ഇങ്ങനെ റൊട്ടേറ്റ് ആവുമ്പോ ഇതേപോലെ കട്ടാവും അല്ലേ? ചെറിയ പീസ് ആയിട്ട് എടുക്കും തോറും മെഷായി വരും. നമുക്ക് ഇറച്ചി കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് മെഷ് നല്ല ഫൈൻ ഇതായിരിക്കും. കീമക്കെല്ലാം കിട്ടും. വാഴപ്പിണ്ടി, അത് വാഴപ്പിണ്ടി കട്ട് ചെയ്യാൻ പറ്റും. തോരൻ അരിയാൻ ബുദ്ധിമുട്ടുള്ള സാധനങ്ങളുണ്ട്. വാഴപ്പിണ്ടി, വാഴക്കൊമ്പ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇതിൽ ചെയ്യാൻ പറ്റും. കാരണം ഭയങ്കര കറയായിരിക്കും. പ്രശ്നമില്ല. ഇതിലാകുമ്പോ വെച്ചാൽ അതും ഫൈൻ ചോപ്പായി കിട്ടും. അതെ അല്ലേ? അത് നല്ല ഇതാണല്ലോ അല്ലെ? നല്ല ഹെവി ഡ്യൂട്ടി ആയിട്ടുള്ള മെഷീനാണ്. ഹെവി ഡ്യൂട്ടി മെഷീനാണ് അല്ലേ? ഇത് കറണ്ട് ആണോ? കറണ്ടിലാണല്ലേ? ഇത് മോട്ടർ 2 HP മോട്ടർ അല്ലേ? ഓക്കെ.